പൂരാവേശത്തിലേക്ക് കടക്കുകയാണ്. മടത്തിൽ വരവിന്റെ സമയം. പൂരാവേശത്തിൽ തേക്കിൻകാട് മൈതാനം സ്വരാജ് കണ്ടും രാവിലെ 8 മണിക്കാണ് മടത്തിൽ വരവ് ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ അല്പസമയത്തിനുള്ളിൽ 2.5 മണിക്കൂറോളം ചേർന്നുകൊണ്ടാണ് തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്നുള്ള ആ വരവ് തുടങ്ങി അത് ഈ മഠത്തിൽ എത്തിച്ചേരുന്നത്. ഇറക്കി പൂജ കഴിഞ്ഞ് 11:30യോടുകൂടി മടത്തിൽ വരവ് ഏതാണ്ട് തുടങ്ങുകയാണ് എന്ന് പറയേണ്ടതായി വരുന്നു. 11:15 തുടങ്ങും എന്നാണ് അറിയുന്നത്. ഒരു 10ഓളം ആനകളുമായിട്ടൊക്കെയാണ് ഇത് നായ്ക്കനാലിൽ എത്തിച്ചേരുമ്പോൾ ഒരു 15ഓളം ആനകൾ ചേരും. ആ തരത്തിലാണ് ആ ചടങ്ങ്. ഏറെ ലോക പ്രശസ്തി ആർജിച്ച പഞ്ചവാദ്യം മടത്തിൽ വരവിന്റെ ഭാഗമാണ്. അതിൽ പങ്കെടുക്കാൻ എത്തുന്ന പഞ്ചവാദ്യ വിദഗ്ധർ പോലും ലോക പ്രശസ്തി ആർജിച്ചവരാണ്. കണക്ക് തെറ്റാതെ തിമിലക്കാരും കൊമ്പ് താളക്കാരും എല്ലാം അതിനകത്തുണ്ടാകണം. ഈ പഞ്ചവാദ്യം നായ്ക്കനാലിൽ മധ്യകാലവും തീരുകലാശവും കൊട്ടും. പഞ്ചവാദ്യം ഈ കലാശത്തോടുകൂടി തിരുവമ്പാടി എഴുന്നള്ളത്ത് നായ്ക്കനാലിൽ നിന്ന് തേക്കിൻകാട് മൈതാനത്തേക്ക് കടക്കും. അങ്ങനെ 15ഓളം ആനകളുടെയും ചെണ്ടമേളത്തിൻ്റെയും ഒക്കെ അകമ്പടിയോടുകൂടി എഴുന്നള്ളത്ത് പിന്നീട് വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് നീങ്ങും. അതിനുശേഷമാണ് പാറമേക്കാവിൻ്റെ പുറപ്പാട് തുടങ്ങുക.
12 മണിയോട് കൂടിയാണ് പാറമേക്കാവിന്റെ പൂരം തുടങ്ങുക, പാറമേക്കാവിന്റെ പുറപ്പാട് തുടങ്ങുക. അപ്പോൾ 15ഓളം ആനകളുടെയൊക്കെ അകമ്പടിയോടുകൂടി സർവാലങ്കാര വിഭൂഷിതയായി പാറമേക്കാവ് ഭഗവതി എഴുന്നള്ളുന്ന സമയമാണ്. ജി ശ്രീജിത്തും CV അനുമോദും നമുക്കൊപ്പം പൂര നഗരിയിൽ നിന്ന് ചേരുന്നു. അനുമോദ്, ഇനി അങ്ങ് തിരക്കോട് തിരക്ക് തന്നെ, ആവേശത്തോട് ആവശ്യം തന്നെ, പല തരത്തിലുള്ള ചടങ്ങുകളിലേക്ക് കടക്കുന്നു. ഈ പഞ്ചവാദ്യം കാണാനെത്തുന്നവർ, പാറമേക്കാവിന്റെ പുറപ്പാട് കാണാനെത്തുന്നവർ, അതിനുശേഷം ഇലഞ്ഞിത്തറ മേളം, ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകൾ ഏതെല്ലാം തരത്തിലായിരിക്കും തിരക്ക് കൂടുക പൂരനഗരിൽ നിന്നുള്ള വിവരങ്ങൾ? ഈ ശ്രീജിത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. അവിടെ റേഞ്ച് വിഷയമുണ്ട്, വലിയ പുരുഷാരം നിറഞ്ഞ ഗ്രൗണ്ട് ആയതുകൊണ്ട്. ശ്രീജിത്ത്, ഇനിയുള്ള മണിക്കൂറുകളിലേക്ക് കാത്തിരിക്കാൻ ഇലഞ്ഞിത്തറമേളവും കുടമാറ്റവും എല്ലാം വൈകുന്നേരം ഒരു വലിയ വർണ്ണവിസ്മയങ്ങളും ദൃശ്യവിസ്മയങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്താണ് ശ്രീജിത്ത്? ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി വൈകാതെ ഏതാണ്ടോടുകൂടി മഠത്തിൽ വരവ് ആരംഭിക്കും എന്നുള്ളതാണ്. മഠത്തിൽ വരവ് പഞ്ചവാദ്യം, വളരെ പ്രസിദ്ധമായ മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിന് ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതോടൊപ്പം തന്നെ ഏതാണ്ട് 12 മണിയോടുകൂടി ഇലഞ്ഞിത്തളം മേളത്തിന് മുന്നോടിയായി പാറമേക്കാവിൽ നിന്നുള്ള എഴുന്നള്ളത്ത് ആരംഭിക്കും. അതിനുവേണ്ടിയുള്ള ആനകൾ പാറമേക്കാവ് ക്ഷേത്രത്തിലേക്ക്, ഈ സ്വരാജ് ഈ തെക്കങ്കാട് മൈതാനത്ത് നിന്നും സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങി പാറമേക്കാവിലേക്ക് പോകുന്ന കാഴ്ച നമുക്ക് ഈ തെക്കേ ഗോപുര നടയിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇനിയുള്ളത് പ്രധാനപ്പെട്ട ഈ കടകപുരങ്ങൾ ഏതാണ്ട് ഇനിയും തുടരും. 1 മണിവരെയൊക്കെ ഇറങ്ങിപ്പോകുന്ന, പല ഘട്ടങ്ങളായി ഇറങ്ങിപ്പോകുന്നവരുണ്ട്. ലാലൂർ ഭഗവതിയുടെ സമയമാണ് ഇപ്പോൾ ഉള്ളത്. അതിനുശേഷം അങ്ങനെ ഉണ്ടാകും. പക്ഷെ എന്നിരുന്നാൽ തന്നെ ഇനി പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായി മാറുക ആദ്യം ഈ തിരുവമ്പാടിയുടെ മഠത്തിൽ വരവാണ്. പഞ്ചവാദ്യത്തിന്റെ ഒരു വലിയ ആവേശത്തിലേക്ക് പഞ്ചവാദ്യ പ്രേമികളെല്ലാം കാത്തിരിക്കുന്ന നിമിഷത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇലഞ്ഞിത്തറ മേളത്തിന്റെ കാഴ്ച. ഏതാണ്ട് 2 മണിയോടുകൂടി ഇലഞ്ഞിത്തറ മേളം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഏതാണ്ട് എല്ലാം സമയക്രമം അനുസരിച്ച് മുന്നോട്ട് പോകുന്നു. ഏതാണ്ട് 4, 4:30, 5 മണിയോടുകൂടി തെക്കോട്ടിറക്കം ആരംഭിക്കും. അവിടെയാണ് ഏറ്റവും മനോഹരമായ കാഴ്ച. തെക്കോട്ടിറങ്ങി ആദ്യം പാറമേക്കാവ് ഭാഗം ഇറങ്ങുന്നു. പിന്നീട് ഈ കോർപ്പറേഷന് മുന്നിലുള്ള ശക്തൻ പ്രതിമയെ വലം വെച്ച ശേഷം ഈ ഗോപുരത്തിന് അഭിമുഖമായി നിന്നുകൊണ്ട് പാറമേക്കാവ് വിഭാഗം അണിനിരക്കുന്നു. അതിന് പിന്നാലെ തിരുവമ്പാടി വിഭാഗം അണിനിരക്കുന്നു. പിന്നീട് ഈ തെക്കോട്ടിറക്കത്തിന് വേണ്ടിയുള്ള അതിനുശേഷമുള്ള കുടമാറ്റത്തിന്റെ സമയമാണ്. കുടകൾ ഇതിനകം തന്നെ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. തിരുവമ്പാടി വിഭാഗവും പാറമേക്കാവ് വിഭാഗവും ഒക്കെ കുടകൾ ഇപ്പോഴേ എത്തിച്ചുകൊണ്ട് അതിന്റെ സജ്ജീകരണങ്ങൾ തുടങ്ങുകയാണ്. അങ്ങനെ പൂരത്തിന്റെ എല്ലാ ആവേശങ്ങളിലേക്കും ഈ പൂരനഗരം മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അനുമോദിനെ കണക്ട് ചെയ്യുമ്പോൾ കിട്ടാത്തത് പോലെ തന്നെ വലിയ റേഞ്ച് വർഷങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ മാറുന്നുണ്ട്. കാരണം ഈ നഗരത്തിന്റെ പല ഭാഗത്തായി ആളുകൾ തടിച്ചുകൂടുകയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പരസ്പരം ബന്ധിക്കാൻ പോലും കഴിയാത്ത നിലയിലേക്ക് ഈ റേഞ്ച് പ്രശ്നമൊക്കെ മാറുന്നുണ്ട്. എന്തായാലും വലിയ തിരക്കിലേക്ക് മാറുകയാണ്. ഇനി പൂർണ്ണമായൊരു ജനങ്ങളുടെ കയ്യിലേക്ക് പൂരം മാറുകയാണ്. ഉടൻ മഠത്തിൽ വരവ് ആരംഭിക്കും. അപർണ. ജി ശ്രീജിത്ത് വിവരങ്ങൾ നൽകുന്നത്. അവിടെ നിന്നുള്ള കാഴ്ച, വലിയ തിരക്ക്. ശ്രീജിത്ത്, എല്ലാ തവണയും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരെ ഒഴുകിയെത്തുന്ന പൂരപ്രേമികളുടെ കാഴ്ചയാണ്. നിങ്ങൾ തന്നെ നേരത്തെ എവിടെ നിന്നാണ് എത്തുന്നത് ചോദിക്കുമ്പോഴൊക്കെ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നൊക്കെ ആയിരുന്നു. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ തവണത്തെ തൃശ്ശൂർ പൂരം രാഷ്ട്രീയപരമായിട്ടും ഏറെ പ്രതികരണങ്ങളും വിവാദങ്ങളും വാർത്തകൾക്കുമൊക്കെ കടന്ന ഒരു കാര്യം കൂടിയാണ്. എല്ലാ തരത്തിൽ നിന്നുള്ളവരുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന തൃശ്ശൂർ പൂരം സാംസ്കാരികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടുമൊക്കെ അതിൽ ഉറപ്പാക്കുന്ന ഒരു സാന്നിധ്യമൊക്കെ ഉണ്ട്. എങ്ങനെയൊക്കെയായിരുന്നു ഇന്ന് രാവിലെ തൊട്ട് ഈ മണിക്കൂർ വരെ നിങ്ങൾ ശ്രീജിത്തും അനുമോദും അവിടെ നിന്ന് പല പ്രതികരണങ്ങൾ എടുത്തിരുന്നല്ലോ. എങ്ങനെയാണ് ഇത്തവണത്തെ പൂരത്തിന്റെ സാന്നിധ്യവും പങ്കാളിത്തവും ഒക്കെ?
കഴിഞ്ഞ തവണത്തെ പൂരത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അത് തന്നെയാണ്. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് കാലമായിരുന്നു, അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതാക്കൾക്കൊന്നും ഒരുപാട് കാര്യമായി ഇടപെടാൻ കഴിഞ്ഞില്ല. പക്ഷെ പൂരം വിവാദമായിരുന്നു. പൂരം കലക്കൽ വിവാദം ഇപ്പോഴും കത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ പ്രതിനിധികൾ ഏതാണ്ട് 3ഓളം മന്ത്രിമാർ ഇന്നലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ദേവസ്വം മന്ത്രി വി എൻ വാസവനുണ്ട്. അതുകൂടാതെ ജില്ലയിൽ നിന്നുള്ള മന്ത്രി റവന്യൂ മന്ത്രി കെ രാജനും ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇരിങ്ങാലക്കുടയിൽ നിന്നുള്ള അംഗം കൂടിയായ ആർ ബിന്ദു, ഇവരെല്ലാവരും ഏതാണ്ട് എല്ലാ സമയവും ഇവിടെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ ഏതാണ്ട് എല്ലായിടങ്ങളിലേക്ക് ഓടിയെത്തിക്കൊണ്ട് ഈ പരിപാടികളിൽ പങ്കാളിയാകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. സുരേഷ് ഗോപി മിനിയാന്ന് തന്നെ എത്തുന്നു. ഇന്ന് രാവിലെ ഏതാണ്ട് എല്ലാ ഘടകക്ഷേത്രങ്ങളിലും എത്തി ഈ പൂരങ്ങളുടെ എല്ലാം ഭാഗമാകുന്നു. അല്പസമയം ശ്രീമൂല സ്ഥാനത്ത് എത്തിയിരുന്നു. ഒപ്പം തന്നെ പിന്നീട് ഈ തെക്കേ ഗോപുര നടയിലെത്തിയിരുന്നു. അങ്ങനെ എല്ലായിടത്തും നിന്ന് എത്തിക്കൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ ഇതിന്റെ ഭാഗമാകുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായും വിവാദങ്ങൾ ഏത് നിമിഷവും ആളിക്കത്തുന്ന ഒരു കാര്യം കൂടിയാണ് പൂരം പോലെയുള്ള വലിയൊരു സംഭവം. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതാക്കൾ സസൂക്ഷ്മം കാത്തിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മതചിഹ്നങ്ങളൊന്നും പാടില്ല എന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞതിനെതിരെ BJP അതിശക്തമായി രംഗത്ത് വന്നിരുന്നു. ക്ഷേത്രോത്സവമാണ്, അതുകൊണ്ട് തന്നെ അത്തരം ചിഹ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് BJP പറയുന്നു. പക്ഷേ ഈ മതസ്പർദ്ധയുണ്ടാക്കുന്നതിനെ കുറിച്ച് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കണം, രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നത്തെ കുറിച്ചാണ് താൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മന്ത്രി വി എൻ വാസവൻ അതിലൊരു ചെറിയ വ്യക്തത വരുത്തുന്നതും ഇന്നലെ നമ്മൾ കണ്ടതാണ് ന്യൂസ് 18നോട്. അതിനുശേഷം ഇന്നത്തെ കുടമാറ്റമൊക്കെ ഈ കുടമാറ്റങ്ങളും അല്ലെങ്കിൽ മുത്തുക്കുടകളും ഒക്കെയാണ് പലയിടത്തും. ഇപ്പൊ കൊല്ലം പൂരത്തിലൊക്കെ വിവാദമായത് പലപ്പോഴും അതൊക്കെയാണ്. അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തെ കുടമാറ്റത്തിൽ, ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ കുടമാറ്റത്തിൽ ഈ രാമജന്മക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള പ്രാണപ്രതിഷ്ഠ നടന്നുകൊണ്ട് തന്നെ രാമന്റെ കുടയും ഉണ്ടായിരുന്നു. അതൊക്കെ പലതരത്തിൽ രാഷ്ട്രീയ ചർച്ചകളിൽ ഇടം പിടിക്കുകയൊക്കെ ചെയ്തതാണ്. ഇത്തവണ അത്തരം രാഷ്ട്രീയ വിവാദങ്ങളൊന്നും പ്രധാനപ്പെട്ടതില്ലെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉയർന്നു വരുമോ കുടയിലൂടെ വിവാദങ്ങൾ എന്നൊക്കെയുള്ളത് തീർച്ചയായും വരും ദിവസങ്ങളിൽ വൈകുന്നേരത്തോടെ ഒരു 4-4:30 മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. പല സർപ്രൈസ് കുടകളും ഉണ്ടാകും, എല്ലാം ഇതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അത്തരം രാഷ്ട്രീയ വിവാദങ്ങളിലേക്കൊന്നും നിലവിൽ ഇതുവരെ ഈ പൂരം പോയിട്ടില്ല. വിവാദങ്ങളിലേക്ക് കടത്തിവിടാതെ ഈ പൂരത്തെ ഇങ്ങനെ കയ്യിൽ നിലനിർത്തുക എന്നുള്ളത് സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വർഷമാണ് ഇനി വരാൻ പോകുന്നതെല്ലാം. അതുകൊണ്ട് തന്നെ അത്തരം ശ്രദ്ധ സർക്കാരിനെ സംബന്ധിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരനും കുറച്ചുകൂടി ഫ്ലെക്സിബിളായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ, പൂരത്തെ അടുത്തറിയുന്നവരൊക്കെ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എന്തായാലും പൂരാവേശം തുടരുകയാണ്. ഓരോരോ ഭഗവതിമാർ വിവിധയിടങ്ങളിലൂടെ ഇപ്പോൾ പുറത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രീജിത്ത് പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടുകൂടി തന്നെ അത് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ചില പ്രതികരണങ്ങളൊക്കെ രാഷ്ട്രീയപരമായി ഉണ്ടായിരുന്നു. അതിൽ വിപരീതമായിട്ട് ഇത്തവണ തൃശ്ശൂർ പൂരം പഴയ പോലെ തന്നെ പൂരപ്രേമികളും ഭക്തജനങ്ങളുടെയും തിരക്ക് ആ തരത്തിലുള്ള പ്രതികരണങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന സമയം എന്തായാലും മടത്തിൽ വരവ് ആരംഭിക്കുന്നു.